ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. കമ്പ്യൂട്ടർ മൗസിനെ കരമില്ലാതെ ചലിപ്പിക്കുവാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തം. മൃഗത്തിന്റെ പേരോ മുദ്രയോ മനുഷ്യ ശരീരത്തിൽ പതിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാനങ്ങളോട് ഒന്നിച്ചു ചേർത്ത് ന്യൂറാലിങ്കിനെ വ്യാഖ്യാനിക്കുന്നവരാണ് എലോൺ മസ്ക് അന്തിക്രിസ്തുവായി മാറുമെന്നുള്ള തിയറിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സഹസ്ര കോടീശ്വരൻ എലോൺ മസ്ക് അന്തിക്രിസ്തുവാണോ? എലോൺ മസ്ക് ക്രിസ്ത്യാനിയാണോ എന്ന പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ നേരെ ഉണ്ടായത്. ഈ നിലയിലുള്ള ഒരു കോൺസ്പിരസി തിയറി ലോകമെങ്ങും വ്യാപകമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു. അതിന്റെ കാരണം ഇതാണ്. എലോൺ മസ്ക് നമുക്കറിയാവുന്നതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന് വലിയ സൗഹൃദ വലയമുണ്ട്. ലോകമെങ്ങുമുള്ള രാഷ്ട്രീയ നേതാക്കളുമായും രാജ്യങ്ങളുടെ തലവന്മാരുമൊക്കെ അസാധാരണമായ സൗഹൃദമുള്ള ഒരു മനുഷ്യനാണ് എലോൺ മസ്ക്. എലോൺ മസ്ക് ലോകത്തിന് നൽകിയ സംഭാവനകൾ അത്ഭുതപ്പെടുത്തുന്നവയാണ്. ന്യൂറാലിങ്ക് ആണെങ്കിലും സ്പേസ് എക്സ് ആണെങ്കിലും സ്റ്റാർലിങ്ക് ആണെങ്കിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെല്ലാം ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ ആയുസ്സിൽ നേടാവുന്ന ഏറ്റവും വലിയ സ്വാധീനം ലോക രാജ്യങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ എലോൺ മസ്ക് നേടിക്കഴിഞ്ഞു. മാത്രവുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തോടെ അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച, അതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ട്രംപ് തന്നെ തന്റെ ക്യാബിനറ്റിൽ എലോൺ മസ്കിനെ ഉൾപ്പെടുത്തുവാൻ പോകുന്നു എന്നുള്ളത് കൂടെ പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ സ്വാധീനം സ്പേസ് എക്സിന്റെ റോക്കറ്റ് പോലെ കുതിച്ചുയർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് എലോൺ മസ്ക് അനധിവിദൂര ഭാവിയിൽ അന്തിക്രിസ്തുവിന്റെ നിലവാരത്തിലേക്ക് എത്തുമോ അതോ അന്തിക്രിസ്തുവായി മാറുമോ എന്നുള്ള സംശയം ജനങ്ങളുടെ ഇടയിൽ ശക്തമായി വരുന്നത്. ഇതൊരു കോൺസ്പിരസി തിയറിയാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയുവാൻ സാധ്യമല്ല. എന്താണ് ഇതിനകത്ത് ഉള്ളടങ്ങിയിരിക്കുന്നത്? ആരാണ് അന്തിക്രിസ്തു? എന്താണ് അന്തിക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ? എലോൺ മസ്കിനെ അന്തിക്രിസ്തുവായി താരതമ്യപ്പെടുത്തുവാൻ പറ്റുമോ? ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പരിശോധിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വിഷയങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ വീഡിയോ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ പ്രചോദിപ്പിക്കുന്നത്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇനി എലോൺ മസ്കിലേക്ക് വീണ്ടും വരാം. എലോൺ മസ്ക് അന്തിക്രിസ്തുവാണോ? സത്യത്തിൽ വേദപുസ്തകവുമായി ബന്ധപ്പെട്ടാണ് അന്തിക്രിസ്തു എന്ന പദം ലോകത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. യേശുക്രിസ്തുവിന്റെ എതിരാളിയായി അന്ത്യകാലഘട്ടത്തിൽ ഒരാൾ അധികാരത്തോടെ ഭരണം നടത്തും. ഇതാണ് വേദപുസ്തകം വ്യാഖ്യാതാക്കൾ നമുക്ക് നൽകുന്ന അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്. എന്നാൽ വേദപുസ്തകത്തിൽ അന്തിക്രിസ്തു എന്ന വാക്കില്ല. അതിനു പകരം ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിൽ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന എതിർ ക്രിസ്തു എന്ന വാക്കാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. ആന്റേ ക്രിസ്റ്റോസ് എന്ന ഗ്രീക്ക് വാക്കുകൾ സംയോജിപ്പിച്ചാണ് ആന്റി ക്രൈസ്റ്റ് എന്ന വാക്കുണ്ടായിരിക്കുന്നത്. പൊതുവായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അന്തിക്രിസ്തു എന്ന് പറഞ്ഞാലും അതിൽ വലിയ തെറ്റില്ല. നമുക്ക് അന്തിക്രിസ്തു എന്ന് തന്നെ വാക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കാം. എലോൺ മസ്ക് അന്തിക്രിസ്തു ആണോ എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന, ബൈബിൾ വെളിപ്പെടുത്തുന്ന അന്തിക്രിസ്തുവിന്റെ പ്രത്യേകത? എന്തൊക്കെ സവിശേഷതകളാണ് അന്തിക്രിസ്തുവിനുള്ളത്? ഏത് സാഹചര്യത്തിലാണ് അന്തിക്രിസ്തു വെളിപ്പെടുവാൻ പോകുന്നത്? ഈ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ വെളിപ്പാട് പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് അന്തിക്രിസ്തു ചിന്തകൾ വ്യാപകമായി പ്രചരിക്കുന്നത്, പഠിപ്പിക്കപ്പെടുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ അന്തിക്രിസ്തു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. ആന്റി ക്രൈസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. എതിർ ക്രിസ്തു എന്ന വാക്ക് യോഹന്നാന്റെ 1-ാം ലേഖനത്തിലും 2-ാം ലേഖനത്തിലുമാണ് ഉപയോഗിക്കുന്നത്. അതായത് യോഹന്നാന്റെ ലേഖനങ്ങളിൽ 5 തവണ എതിർ ക്രിസ്തു എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ കാണുന്ന മഹാസമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അല്ലെങ്കിൽ ബീസ്റ്റ്, ഇതിനെ കണക്ട് ചെയ്ത് വ്യാഖ്യാനിച്ചാണ് അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനങ്ങൾ മുന്നോട്ട് പോകുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായം 22-ാം വാക്യം ഇപ്രകാരമാണ്: യേശുക്രിസ്തുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആറാകുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. ഇതാണ് എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരാമർശം. യോഹന്നാന്റെ ലേഖനം മാത്രമല്ല, തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് എഴുതിയതും വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം മുതലുള്ള അധ്യായങ്ങളും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മനുഷ്യനാണ്, അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള മനുഷ്യൻ. അതായത്
യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് തൊട്ടു മുൻപായി ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യൻ. ലോകം മുഴുവൻ വല്ലാത്തൊരു കയോസിലാകുമ്പോൾ, വലിയ പ്രതിസന്ധിയിലാകുമ്പോൾ, അസമാധാനത്തിൽ ലോകമാകുമ്പോൾ സമാധാനം നൽകുവാൻ വേണ്ടി ലോകത്തെ മുഴുവൻ ഒരുമിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ മുഴുവൻ സ്വാധീനമുള്ള ഒരു വ്യക്തി അധികാരത്തിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ അധികാരത്തെ ലോകം മുഴുവൻ, ലോകരാജ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്നു. ഒരു ഏക ലോക ക്രമം ഈ വ്യക്തിയിലൂടെ ലോകത്തിൽ നടപ്പിലാകുന്നു. 3.5 വർഷക്കാലം അതിശക്തമായും മികച്ചതുമായ ഒരു ഭരണം ലോകത്തിന് കാഴ്ചവെക്കുകയും സർവ്വലോകത്തിന്റെയും അംഗീകാരം നേടിയെടുക്കുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ ഒരു രക്ഷകനായി അവതരിക്കുന്ന വ്യക്തി രണ്ടാം ഘട്ടത്തിൽ താൻ ദൈവമാണെന്ന് അവകാശപ്പെടുകയും തന്റെ പ്രതിമ യെരുശലേം ദേവാലയത്തിനകത്ത് സ്ഥാപിക്കുകയും ചെയ്യുമ്പോഴാണ് യഹൂദ മതാനുസാരികൾക്ക് അല്ലെങ്കിൽ യഹൂദ മതക്കാർക്ക് തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുന്നത്. അവിടെ മുതൽ അതിക്രൂരമായ പീഡനങ്ങളുടെ ഒരു കാലഘട്ടമാണ് എന്നൊക്കെയാണ് വ്യാഖ്യാതാക്കൾ നമുക്ക് അന്തിക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ആ ഭാഗം വിശദമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ എലോൺ മസ്ക് അന്തിക്രിസ്തുവാണോ എന്ന ചോദ്യമാണല്ലോ നമ്മളുടെ ചർച്ചാ വിഷയം. എലോൺ മസ്കിനെ എങ്ങനെയാണ് ഈ കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുവാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ സ്വഭാവങ്ങളോടോ രീതികളോടോ പ്രവർത്തനങ്ങളോടോ എലോൺ മസ്കിനെ ബന്ധിപ്പിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം തേടുമ്പോഴാണ് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തി, ഏറ്റവും സമ്പന്നനായ ഒരു വ്യക്തി, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെ മേലും നിയന്ത്രണം വരുത്തുവാൻ സാധിക്കുന്ന ഒരു വ്യക്തി, ആ നിലയിലുള്ള ഒരു പൊളിറ്റിക്കൽ പവറായി എലോൺ മസ്ക് ഭാവിയിൽ മാറ്റപ്പെടുമെന്ന ഒരു ചിന്ത മുന്നോട്ട് വരുന്നത്. എലോൺ മസ്കിന്റെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ന്യൂറാലിങ്ക് തന്നെയാണ് ഇതിൽ എലോൺ മസ്കിനെ കുറിച്ച് അദ്ദേഹം അന്തിക്രിസ്തുവാണെന്ന കോൺസ്പിറസി തിയറി പറയുന്ന ആളുകൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മനുഷ്യന്റെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന ഒരു ചിപ്പ് മസ്തിഷ്കത്തിനകത്ത് സ്ഥാപിക്കുന്നു. ഇത് ഇപ്പോൾ ശാരീരിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലെ കിടപ്പ് രോഗികളായിരിക്കുന്നവർക്ക് തങ്ങളുടെ മനസ്സിന്റെ ചലനങ്ങൾ കൊണ്ട് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടർ മൗസിന്റെ സൗകര്യമില്ലാതെ മൗസ് ഉപയോഗിച്ച് ഒരാൾ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ തങ്ങളുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് ന്യൂറാലിങ്കിലൂടെ മസ്ക് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അത് പരീക്ഷണ ഘട്ടത്തിലാണ്. അതിന്റെ കാര്യങ്ങൾ പൂർണ്ണ തോതിൽ വ്യക്തമായിട്ടില്ല. എങ്കിൽ പോലും ഇതാണ് ഏകദേശം നമുക്ക് ന്യൂറാലിങ്കിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. കമ്പ്യൂട്ടർ മൗസിനെ കരമില്ലാതെ ചലിപ്പിക്കുവാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തം. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന മൃഗത്തിന്റെ പേരോ മുദ്രയോ മനുഷ്യ ശരീരത്തിൽ പതിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യാഖ്യാനങ്ങളോട് ഒന്നിച്ചു ചേർത്ത് ന്യൂറാലിങ്കിനെ വ്യാഖ്യാനിക്കുന്നവരാണ് എലോൺ മസ്ക് അന്തിക്രിസ്തുവായി മാറുമെന്നുള്ള തിയറിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതുപോലെ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന അന്തിക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മനുഷ്യനെ അത്ഭുതപ്പെടുത്തും എന്നൊരു തിയറിയുണ്ട്. ആ തിയറിയെ അടിസ്ഥാനമാക്കിയാണ് എലോൺ മസ്കിനെ കുറിച്ച് മറ്റൊരു തിയറി രൂപപ്പെട്ടു വരുന്നത്. എലോൺ മസ്കിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായ സ്പേസ് എക്സ്, ബഹിരാകാശത്തേക്ക് പോകുന്ന റോക്കറ്റ് തിരിച്ചു വന്ന് വീണ്ടും ഉപയോഗിക്കത്തക്ക നിലയിൽ റീയൂസബിൾ ആയി മാറ്റിയ അത്ഭുതകരമായ പ്രവൃത്തി. അത് ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങളായിട്ടൊക്കെ കണക്ട് ചെയ്താണ് എലോൺ മസ്കിനെ അത്ഭുത പ്രവർത്തകനായ അന്തിക്രിസ്തുവാക്കി പലരും വ്യാഖ്യാനിക്കുന്നത്. ഇങ്ങനെ പലവിധമായ കാരണങ്ങൾ പറഞ്ഞ് എലോൺ മസ്ക് അന്തിക്രിസ്തു ആയേക്കാം എന്നുള്ള തിയറി വ്യാപകമായിട്ട് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എലോൺ മസ്ക് ഈ കാരണങ്ങളാൽ അന്തിക്രിസ്തു ആണെന്ന് പറയുവാൻ സാധിക്കുമോ? എലോൺ മസ്ക് അന്തിക്രിസ്തു ആണെന്ന് ചിലർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ എലോൺ മസ്ക് അങ്ങനെ അന്തിക്രിസ്തു ആകുവാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് പറയുവാൻ പറ്റുന്ന പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും യേശുക്രിസ്തുവിന്റെ എതിരാളിയായിട്ടാണല്ലോ അന്തിക്രിസ്തു വരുന്നത്. യേശുക്രിസ്തു യഹൂദ കുലത്തിൽ ജനിച്ചെങ്കിൽ അന്തിക്രിസ്തുവും യഹൂദ കുലത്തിൽ നിന്ന് വരണമെന്നാണ് പൊതുവെ വേദശാസ്ത്രജ്ഞർ കരുതുന്നത്. ഇനിയും അത് മാത്രവുമല്ല, യഹൂദൻ ഒരാളെ മത നേതാവായോ ഒരു രാഷ്ട്ര നേതാവായോ അംഗീകരിക്കണമെങ്കിൽ അവൻ യഹൂദ കുലത്തിൽപ്പെട്ടവനായിരിക്കണം. അങ്ങനെയെങ്കിൽ ഒരു യഹൂദന് മാത്രമേ അന്തിക്രിസ്തുവിന്റെ സ്ഥാനത്തേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു തിയറി നിലനിൽക്കുന്നു. ഇനി
മതപരമായ ഒരു നേതൃത്വമായിരിക്കണം അന്തിക്രിസ്തുവായി വരേണ്ടത് എന്നൊരു തിയറിയുണ്ട്. അങ്ങനെയാണെങ്കിൽ എലോൺ മസ്കിന് മതവിശ്വാസം തന്നെ വളരെ പരിമിതമാണ്. അങ്ങനെ മതവിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എലോൺ മസ്ക്. മറ്റൊരു കാര്യം, എലോൺ മസ്ക് അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നതെല്ലാം സാങ്കേതികമാണ്. സാങ്കേതികവും ശാസ്ത്രത്തിന്റെ കൂട്ടുപിടിച്ചുമുള്ള അത്ഭുതങ്ങൾ മാത്രമാണ്. അതൊന്നും ഒരു മാജിക്ക് കാണിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ പോലെയോ തുലനം ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ തന്നെ ലോകത്തെ നിയന്ത്രിക്കുവാൻ പറ്റുന്ന നിലയിലുള്ള അത്ഭുതപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പല കാരണങ്ങളാൽ എലോൺ മസ്ക് അന്തിക്രിസ്തു അല്ലെന്ന് പറയുവാനും ധാരാളം ന്യായങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എലോൺ മസ്കിനെ അന്തിക്രിസ്തുവായി വ്യാഖ്യാനിക്കുന്നത് പോലെ തന്നെ കാലാകാലങ്ങളിൽ വിവിധ വ്യക്തികളെ അന്തിക്രിസ്തുവായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു റോമൻ ചക്രവർത്തിയായിരുന്ന നീറോയുടെ കാലത്ത് ക്രൈസ്തവർ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിരുന്നു. ആ കാലഘട്ടത്തിൽ നീറോയാണ് അന്തിക്രിസ്തു എന്ന ഒരു പൊതുബോധം ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനെ വ്യാഖ്യാനിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നീറോ എന്ന വാക്ക് അരാമിക് ഭാഷയിൽ എഴുതുമ്പോൾ അതിന്റെ സംഖ്യകളുടെ സങ്കലനത്തിലൂടെ 666, അതായത് അന്തിക്രിസ്തുവിന്റെ സംഖ്യയായ 666 ലഭിക്കും. അതുകൊണ്ട് നീറോയാണ് അന്തിക്രിസ്തു എന്ന ഒരു പൊതുബോധം അന്നുണ്ടായിരുന്നു. നീറോ ചക്രവർത്തിയുടെ കാലം കഴിഞ്ഞു. കുസ്തന്തീനോസിന്റെ കാലത്ത് കുസ്തന്തീനോസിനുണ്ടായ മധ്യപരിവർത്തനത്തിലൂടെ കുസ്തന്തീനോസ് ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറുകയും പിന്നീട് വന്ന റോമൻ ചക്രവർത്തിമാരെല്ലാം ക്രൈസ്തവരാകുകയും ചെയ്തതോടുകൂടെ റോമിന്റെ മതമായി ക്രൈസ്തവ സഭ മാറ്റപ്പെട്ടു. അങ്ങനെ രാജകീയമായി ക്രൈസ്തവ സഭ മാറ്റപ്പെട്ടപ്പോൾ റോമൻ ചക്രവർത്തിമാരെ അന്തിക്രിസ്തു എന്ന് വിളിക്കുന്നത് ശരിയല്ലാതെ വന്നതോടുകൂടെ പുതിയ വ്യാഖ്യാനങ്ങൾ വരുവാൻ തുടങ്ങി. മറ്റു പലരെയും അന്തിക്രിസ്തുവായി വ്യാഖ്യാനിക്കുവാൻ തുടങ്ങി. പിന്നീട് 14ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ലോകത്ത് നവീകരണം, ക്രൈസ്തവ സഭയിൽ നവീകരണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നവീകരണ വീരനായിരുന്ന ജോൺ വിക്ലിഫ് പോപ്പിനെ തന്നെ അന്തിക്രിസ്തുവായി വിശേഷിപ്പിച്ചു. ഈ വ്യാഖ്യാനത്തിന് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ വലിയ വ്യാപകമായ പ്രചാരമുണ്ടായി. അങ്ങനെ പോപ്പാണ് അന്തിക്രിസ്തു എന്നുള്ള ഒരു പൊതുബോധം പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിനിടയിൽ വ്യാപകമായി. ആ കൂട്ടത്തിലാണ് കേരളത്തിലെ പെന്തക്കോസ്തിന്റെ തുടക്കക്കാരിൽ ഒരാളായിരുന്ന പാസ്റ്റർ കെ.ഇ. എബ്രഹാം ഈ ആശയത്തോട് കൂടെ നിൽക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം തന്റെ വളരെ പ്രസിദ്ധമായ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ പോപ്പാണ് അന്തിക്രിസ്തു എന്ന് സ്ഥാപിച്ചെഴുതിയിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ യൂറോപ്പിനെ അടക്കി ഭരിച്ച നെപ്പോളിയനാണ് അന്തിക്രിസ്തു എന്ന അന്നൊരു വ്യാഖ്യാനമുണ്ടായി. ലിയോ ടോൾസ്റ്റോയുടെ എഴുത്തുകളിൽ പോലും ഇത് വ്യക്തമാണ്. എബ്രായ ഭാഷ ഉപയോഗിച്ച് നെപ്പോളിയൻ എന്ന പേരെഴുതുമ്പോൾ അതിന്റെ സംഖ്യാശാസ്ത്ര പ്രകാരം, ന്യൂമറോളജി പ്രകാരം 666 എന്ന സംഖ്യാമൂല്യം കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ കാലാകാലങ്ങളിൽ വിവിധ വ്യക്തികളെ അന്തിക്രിസ്തുവായി വ്യാഖ്യാനിച്ചു. സമീപകാലത്തേക്ക് വന്നാൽ നമ്മുടെ ചില പ്രസംഗകർ അന്തിക്രിസ്തുവായിട്ട് സദാം ഹുസൈനെ ചിത്രീകരിച്ചവർ വരെ ഉണ്ട്. അപ്പോൾ ലോകത്തിൽ കാലാകാലങ്ങളിൽ ഇങ്ങനെ പല വ്യക്തികളെയും അന്തിക്രിസ്തുവായിട്ട് ചിത്രീകരിക്കും. നമുക്കതിനൊന്നും തെളിവുകളില്ല, ഇതൊന്നും യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്, അതാണ് ക്രൈസ്തവ പ്രത്യാശ. യേശുക്രിസ്തു മടങ്ങി വന്ന ശേഷം മാത്രമാണ് അന്തിക്രിസ്തു പൂർണ്ണ തോതിൽ വെളിപ്പെടുവാൻ പോകുന്നതെന്നാണ് നമ്മളുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അന്തിക്രിസ്തുവിനെ ഭയന്ന് ജീവിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അന്തിക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പ്രസംഗിക്കുന്നത്, എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്? അങ്ങനെ പഠിപ്പിക്കുന്നതിന്റെയും പ്രസംഗിക്കുന്നതിന്റെയും അടിസ്ഥാന കാരണം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ ലക്ഷണങ്ങൾ വെളിവാക്കുവാൻ വേണ്ടിയാണ് ഭാവികാല പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ പ്രസംഗകർ ഈ വിഷയം എടുക്കുന്നത്. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ അന്തിക്രിസ്തുവിനെ ഭയപ്പെട്ട് ശാസ്ത്രീയ നേട്ടങ്ങൾക്കെതിരെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ബാർകോഡിനെതിരെ പ്രസംഗിക്കുന്നതിലോ അതിനെതിരെ പ്രതികരിക്കുന്നതിലോ അർത്ഥമില്ല. ആധാർ കാർഡിനെയോ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറിനെതിരെയോ പ്രതികരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഞാൻ അവനോടുകൂടെ ചേർക്കപ്പെടുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവനെ ബാധിക്കുന്ന വിഷയമല്ല. ആ ക്രിസ്തുവിലുള്ള പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ ഇതൊരു ചെറിയ കാരണം മാത്രമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.